ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സുമുഖമായ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം കിരീടങ്ങൾ. ഒരു മനുഷ്യന് 3 കിരീടങ്ങൾ ആണ് സഭയിലൂടെ ദൈവം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തേത് മാമോദിസ, രണ്ടാമത്തേത് വിവാഹത്തിലൂടെ, മൂന്നാമത്തേത് മരണത്തിലൂടെ. മാമോദിസ ക്രമത്തിൽ 4 ഭാഗങ്ങൾ ആണ് ഉള്ളത്. മാമോദിസായ്ക്കുള്ള ഒരുക്കം, ജലസ്നാനം, വിശുദ്ധ മൂറോൻ അഭിഷേകവും സമാപന ശുശ്രൂഷയും വിശുദ്ധ കുർബാന അനുഭവം. നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാരൊക്കെ മാമോദിസയ്ക്ക് ശേഷമായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കുഞ്ഞിന് കുർബാന കൊടുക്കുന്നതും. ഇപ്പോൾ സൗകര്യാർത്ഥം അതൊക്കെയും എല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ കിരീടം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു, അതായത് മാമോദിസയിലൂടെ. ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോടുകൂടി വാഴുവാൻ മാമോദിസ ഏറ്റയാൾ യോഗ്യനാകുന്നു എന്ന അർത്ഥത്തിൽ കുഞ്ഞിനെ കിരീടം അണിയിക്കുന്നു. വിവാഹത്തിലൂടെ രണ്ടാമത്തേത്. വിവാഹം സ്നേഹത്തിൻ്റെ കൂദാശയാണ് എന്നാണ് സെന്റ് ജോൺസ് ക്രിസ്റ്റോസും വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2 ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. 1 മോതിരവാഴ്വ്, 2 കിരീടവാഴ്വ്. 4-ാം നൂറ്റാണ്ട് മുതൽ വിവാഹത്തിന് കിരീടം ധരിപ്പിക്കുന്ന പതിവ് ഉണ്ട്. കിരീടവാഴ്വിലൂടെ വധുവിനും വരനും ലഭിക്കുന്നത് നീതിയുടെ കിരീടമാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള നിസ്തുലമായ സ്നേഹത്തിൻ്റെ പ്രതിഫലമാണ് ഈ കിരീടം. തിന്മയുടെ മേലുള്ള വിജയത്തിൻ്റെ വാടാത്ത കിരീടമാണ് ഈ കിരീടം എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു, എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു എന്ന് ഇയ്യോബ് വിലപിക്കുന്നതായി ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇയ്യോബ് കഷ്ടത അനുഭവിച്ചത് അവൻ്റെ വിശ്വാസത്തിൻ്റെ പരീക്ഷണമായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. മൂന്നാമത്തേത് മരണത്തിലൂടെ. മരണത്തിന്മേലുള്ള ജീവന്റെ വിജയത്തിൻ്റെ ചിഹ്നമാണ് കിരീടം. മരണത്തെ ജയിച്ച ക്രിസ്ത്യാനികൾ ജീവന്റെ കിരീടം പ്രാപിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 24-ഉം 25-ഉം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന വേദഭാഗം: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർധനം ആചരിക്കുന്നു, അതോ അവൻ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ എന്നാണ് ഇവിടുത്തെ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ഓട്ടം ആ കിരീടത്തിന് വേണ്ടി ആയിരിക്കണം, ആ വാടാത്ത കിരീടത്തിന് വേണ്ടി. നമ്മുടെ നിത്യമായ പ്രതിഫലം കൂടിയാണ് കിരീടം. അതുകൊണ്ട് നീതിയുടെ കിരീടത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു. 2 തീമോത്തിയോസ് 4:7-8 നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. 4:7-8: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. തേജസ്സിന്റെ വാടാത്ത കിരീടത്തെക്കുറിച്ച് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു, പ്രത്യാശയോടെ സംസാരിക്കുന്നു. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം: എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിജയത്തിൻ്റെയും
അമർത്യത്തിന്റെയും അടയാളമായിട്ടാണ് കിരീടത്തെ പുതിയ നിയമം ചിത്രീകരിച്ചിരിക്കുന്നത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതായി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും പറയുന്നു. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 3 കിരീടങ്ങളുടെ അവകാശികളായി നാം ഈ ലോകത്തിൽ നിന്നും 2 കിരീടം സ്വീകരിച്ച് 3-ാമത്തെ കിരീടത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ യോഗ്യരാണെങ്കിൽ 3-ാമത്തെ കിരീടവും നമ്മൾക്ക് ലഭിക്കും. യാക്കോബ് ശ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്റെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നാം അതിന് യോഗ്യരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുറവുകൾ അപ്പോൾ നമുക്ക് മനസ്സിലാകും. നിത്യതയിൽ ഈ 3-ാമത്തെ കിരീടത്തിനായി നാം ഓരോരുത്തരും ജീവിക്കണം. അതിനായി നോമ്പും പ്രാർത്ഥനയും ഉള്ളവരായി നാം ജീവിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും വേണം. അതിനായി നാം ഓരോരുത്തരും നമ്മളെ തന്നെ തയ്യാറാക്കുക. അതിനായിട്ട് നമ്മളെപ്പോഴും ഉരുവിടേണ്ടതായ ഒരു സങ്കീർത്തനമുണ്ട്. 39-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് രചിച്ചതാണ് ഇത്. നമുക്ക് അത് ഒന്ന് നോക്കാം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടോ? ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തോട് നമ്മൾ അങ്ങനെ യാചിക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. 5-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നിതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു. ഏത് മനുഷ്യനും കുറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. നമ്മൾ ആ പ്രത്യാശ വെച്ചിരിക്കുന്നുണ്ടോ? അവന് വേണ്ടി നാം കാത്തിരിക്കുന്നുണ്ടോ? 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? എന്നെ ഫോഴ്സിന്റെ നിന്നയാക്കി വെക്കരുത്. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ കണ്ണുനീർ കണ്ടുമിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ എന്നാണ് ഇവിടെ ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. നമ്മളെപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഉരുവിട്ട് ഇരിക്കേണ്ടതായ ഒരു വേദഭാഗമാണ് ഇത്. 39-ാം സങ്കീർത്തനം 13 വാക്യങ്ങളാണുള്ളത്. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.